ഹലോ ലവ്ലീസ്, വെസ്റ്റ്രോസ് ലോകത്തേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. രണ്ടുപേരെ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ? സർ ഡങ്കൻ ദ ടോൾ എന്ന ഡങ്കും പിന്നെ ഉണ്ണിക്കുട്ടനായ മുട്ടക്കുട്ടൻ എഗ്ഗിനെയും. ആഷ്ഫോർഡ് മെഡോസിൽ ഒരു വലിയ ദിവസം അരങ്ങേറാൻ പോകുന്നതിന് മുന്നേയുള്ള രാത്രിയുടെ യാമങ്ങളിൽ എൽമരത്തിന് ചൂട്ടിലായി കിടന്നുറങ്ങുന്ന യോദ്ധാവിലും അവൻ്റെ പുതിയ സഹചാരിയിലും നമ്മൾ എ നൈറ്റ് ഓഫ് ദ സെവൻ കിങ്ഡംസിൻ്റെ പ്രഥമ അധ്യായം നിർത്തിയപ്പോൾ പുതിയ കാഴ്ചകൾ തുടങ്ങുന്നത് നേരം വെളുക്കുമ്പോൾ തന്നെ തൻ്റെ യജമാനായിരുന്ന സർ അർലാനെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും കണ്ടെത്തി ഗെയിം മാസ്റ്ററായ പ്ലമ്മറുടെ അടുത്തേക്ക് എത്തിക്കുന്ന പ്രയത്നത്തിലാണ്. ടോർണിക്കായി അവിടെ തമ്പടിച്ചിട്ടുള്ള ഓരോ ഹൗസിൻ്റെയും ലോർഡുമാരെയും പ്രധാനികളെയും പോയി കണ്ട് തൻ്റെ മാസ്റ്ററിൻ്റെ വീരസാഹസങ്ങളെക്കുറിച്ച് വിളിച്ച് പറഞ്ഞ് ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ ശാന്തശീലനും വിനീതനുമായൊരു മനുഷ്യൻ. പല യുദ്ധങ്ങളിലും ഒരാചാര്യനായി തന്നെ നിന്നിരുന്നു. എന്നാൽ ഒരു ശത്രു പോലും ഉണ്ടായിട്ടില്ല. തീരെ അവശനായ കാലത്ത് പോലും ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല, ആരെക്കുറിച്ചും പരാതി പറഞ്ഞിട്ടുമില്ല. ചുറ്റുമുള്ളവർക്കെല്ലാം ആളൻ ഒരു അനുഗ്രഹമായിരുന്നു. എല്ലാവർക്കും സഹായങ്ങൾ നൽകി അവരെ സ്നേഹിക്കാൻ മാത്രമായിരുന്നു എല്ലായ്പ്പോഴും ശ്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ മെയ്വഴക്കവും കഴിവും ഇന്നും വാഴ്ത്തപ്പെടേണ്ട ഒന്നാണ്. ഹൗസ് ഫ്ലോറൻറ്റിൻ്റെ പ്രഭുവിന് കാഴ്ച മങ്ങിയപ്പോൾ അർലാൻ പാറാവുകാരനായി ഒപ്പം നിന്നു. ഹൗസ് ഹെയ്ഫോർഡിൻ്റെ കൂടെ നിന്ന് പൊരുതിയിട്ടുണ്ട്. ഹൗസ് ടൈറലിന് വേണ്ടി നടത്തിയ സേവനങ്ങൾ അർലാൻ്റെ ജീവിതത്തിൽ തന്നെ മറക്കാൻ കഴിയാത്തതാണ് എന്നിങ്ങനെയൊക്കെ ഡങ്ക് ആ ഗ്രൗണ്ടിൽ കറങ്ങിത്തിരിഞ്ഞ് അതാത് ഹൗസിൻ്റെ ഇപ്പോഴത്തെ തമ്പ്രാക്കന്മാരോട് പറയുവാണ്. ആർക്കും അർലാനെ അറിയത്തുപോലുമില്ല. എന്ത് ചെയ്യാനാ? ഡങ്ക് ഈ വീരചരിതമൊക്കെ പറയുമ്പോൾ ഈ അർലാൻ്റെ കുറച്ച് ഫ്ലാഷ് ബാക്സ് ഒക്കെ നമുക്ക് കാണാം. അർലാൻ്റെ കയ്യിലായി യുദ്ധത്തിലുണ്ടായതായിരിക്കണം. നല്ലൊരു മുറിവുണ്ടായിരുന്നു. അതും പഴുത്തിരുന്ന കാലത്തായിരുന്നു ഡങ്കുമൊത്ത് ആഷ്ഫോർഡിലേക്ക് യാത്ര തിരിച്ചത്. മഴയത്ത് മരത്തിന് കീഴിൽ അഭയം തേടിയും ഉപ്പിലിട്ട് ബീഫ് കഴിച്ചുമൊക്കെ ആഷ്ഫോർഡിൽ പോയി ജീവിതം മെച്ചപ്പെടുത്താനുള്ള പ്ലാനിലായിരുന്നു. എങ്കിലും ഈ സഞ്ചാരത്തിൽ പുള്ളിക്ക് ദേഹാസ്വാസ്ഥ്യമൊക്കെ ഇടയ്ക്ക് വരുന്നതായി ഡങ്ക് ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ യാത്രാമധ്യേ എന്തോ അറ്റാക്ക് വന്ന് മരിച്ചതായിരിക്കാം ഈ അർലൻ ദ പെന്നി ട്രീ. ഇതെല്ലാം കണ്ടും കേട്ട് നിൽക്കുന്ന എഗ്ഗിന് തോന്നുന്ന ഒരു കാര്യം സ്വാഭാവികമാണ്. ആർക്കും അറിയാത്ത അത്ര പോയിന്റായിരുന്നു ഈ അർലൻ എന്ന ഹെഡ്ജ് നൈറ്റ്. ഇങ്ങനാണേലും സാരോപദേശം നൽകുന്നതിൽ പുലിയാണ് ഉണ്ണിക്കുട്ടൻ. നിങ്ങളിവരുടെയെല്ലാം മുന്നിൽ പോയി താഴ്മയെ കുമ്പിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല സാർ. നെഞ്ചും വിരിച്ച് നിന്ന് തന്നെ ചോദിക്കണം. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളൊരു യോദ്ധാവല്ലേ? ഈ സംസാരം നടക്കുന്ന ആ സമയത്താണ് അവിടെ കൊമ്പുവാദ്യം മുഴങ്ങുന്നത്. പുതിയൊരു സംഘം ആഷ്ഫോർഡിലേക്ക് ആഗതരായിക്കൊണ്ടിരിക്കുകയാണ്. ദ നൺ അതർ ദാൻ ഹൗസ് ടാർഗേറിയൻ. എല്ലാവരും ജിഞ്ചാസയോടെ കൊടിയും പറത്തിയുള്ള ആ വരവ് നോക്കി നിൽക്കുമ്പോൾ ഒരാൾക്കിതിരി പരിങ്ങൽ. വേറെ ആരുമല്ല, നമ്മുടെ ഉണ്ണിക്കുട്ടൻ. കാരണം അവൻ്റെ കുടുംബക്കാരല്ലേ ഈ വരുന്ന ഡ്രാഗൺ ലോഡ്സ്, എയ്ഗൻ ടാർഗേറിയൻ എന്ന എഗ്ഗിൻ്റെ ബന്ധുജനങ്ങൾ. ദൂരെ നിന്നുള്ള വരവ് കാണുന്നതും എഗ്ഗ് ഡങ്കിനോടായി. എന്നാൽ ഞാൻ പോയി നമ്മുടെ എൽ മരത്തിൻ്റെ ചൂട്ടി എന്തെങ്കിലും പണി ചെയ്യുകയോ കുതിരകളെന്ന് നോക്കിയോ ചെയ്യാമെന്ന് നിൽക്കുന്ന കണ്ട് ഇതൊന്നും അറിയാത്ത ഡങ്ക് എന്നാ പോ എന്നും പറഞ്ഞു വിടുന്നു. ഈ ഗ്യാപ്പിൽ കുതിരകളെങ്ങനെ മുട്ടിച്ചോണ്ട് പോകാനാണേ പട്ടിയെ വിട്ട് ഘടിപ്പിക്കുമെന്നൊരു പേടിപ്പിക്കലും. അർലനെ അറിയാവുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോയെന്ന് പരുതാൻ ഡങ്ക് അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുമ്പോൾ വന്നിരിക്കുന്ന ഹൗസ് ടാർഗേറിയൻ സംഘത്തെ ഒന്ന് പരിചയപ്പെടാം. നിലവിലെ ടാർഗേറിയൻ കിങ്ങിൻ്റെ മൂത്ത മകനും അടുത്ത അയൺ ത്രോൺ അവകാശിയുമായ ബെയ്ലോർ ടാർഗേറിയൻ, അദ്ദേഹത്തിൻ്റെ സഹോദരനായ മെയ്ക്കർ ടാർഗേറിയൻ, ഒപ്പം മെയ്ക്കറിൻ്റെ രണ്ടാമത്തെ മകനായ ഏരിയോൺ ടാർഗേറിയനുമുണ്ട്. ബെയ്ലോറും മെയ്ക്കറും ആഷ്ഫോർഡ് രാജാവിനെയും മകൾ ഗ്വെന്നിനെയും പരിചയപ്പെട്ട് അകത്തേക്കുള്ള ക്ഷണത്തിൽ കയറിപ്പോകുന്നത് എത്തി നോക്കി നിൽപ്പുള്ള ഡങ്കിനടുത്തേക്ക് എത്തുകയാണ് ഏരിയോൺ ടാർഗേറിയൻ. കുതിരലയത്തിൽ നിൽക്കുന്നവനാണെന്ന് കരുതി ഡങ്കിനോട് കുതിരയെ പിടിച്ച് കെട്ടാൻ പറഞ്ഞിട്ടാണ് പോകുന്നതെങ്കിലും ഭയബഹുമാനത്തോടെ ഞാനൊരു യോദ്ധാവാണ് ലോഡ് എന്ന് പറയാൻ ഡങ്ക് മടിക്കുന്നില്ല. തുടർന്ന് ലായത്തിലുള്ളവർ ഏരിയോയുടെ കുതിരയെ പിടിക്കാൻ ശ്രമിക്കുന്നതിലും തൊഴിക്കുന്നത് കണ്ട് ഡങ്ക് അതിനെ മെരുക്കി ലായത്തിൽ കിട്ടുമ്പോൾ വേറെ രണ്ടുപേരെ കൂടി അവൻ പരിചയപ്പെടുകയാണ്. ടാർഗേറിയൻ സുരക്ഷാ മേധാവികളായ സർ റോളൻ ക്രൈഗ്ഹോളും സർ ഡൊണൽ ഓഫ് ഡസ്കൻഡെയിലും. ഗെയിം ഓഫ് ത്രോൺസിലും ഹൗസ് ഓഫ് ഡ്രാഗണിലൊക്കെ കണ്ട അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കിങ്സ് ഗാർഡുകളുടെ പടച്ചട്ട മുന്നേ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഇവിടെ നിന്ന് കണ്ടറിയാം. എന്തായാലും അറ്റ്ലീസ്റ്റ് ഈ യോദ്ധാക്കളെങ്കിലും ഡങ്കിനോട് കുറച്ച് മയത്തിലൊക്കെ പെരുമാറുന്നുണ്ട്. മാത്രമല്ല അവൻ്റെ അഭിലാഷവും ഇതുപോലെ കിങ്സ് ഗാർഡായി മാറാനൊക്കെയാണ് താനും. ഈ സർ ഡൊണൽ ഓഫ് ഡസ്കൻഡെയിലിൻ്റെ ചുറ്റുപാടിലേക്കൊന്ന് പോയാൽ ഡസ്കൻഡെയിൽ എന്നത് ഒരു തീരദേശമാണ്. അവിടെയുള്ള റൂളിംഗ് ഫാമിലി അറിയപ്പെടുന്നത് ഹൗസ് ഡാർക്ക്ലിൻ എന്നാണ്. ഡങ്ക് ഈ ഡൊണലിനോട് നിങ്ങൾ ഹൗസ് ഡാർക്ക്ലിനുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ പുള്ളിയുടെ മറുപടി തങ്ങളുടെ കുടുംബം ഡസ്കൻഡെയിലെ ക്രാബേഴ്സ് ആയിരുന്നു എന്നാണ്. ഒരു താഴ്ന്ന തീരദേശ സമൂഹമാണ് ഈ ക്രാബേഴ്സ് എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു ക്രാബേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സർ ഡൊണൽ എങ്ങനെ ടാർഗേറിയൻ കിങ്സ് ഗാർഡായി എന്നത് ഡങ്കിനൊരു അത്ഭുതമാണ്. ഡൊണൽ ഇത് കേട്ട് ജസ്റ്റ് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ അത്ഭുതം അവന് വൈകാതെ തന്നെ ഞെട്ടലുണ്ടാക്കുന്നത് ഉടനെ കാണാം. അങ്ങനെ ഇവിടെ നിൽക്കെ രാജകുമാരന്മാർക്ക് കൈ വൃത്തിയാക്കാനുള്ള സാധനങ്ങളുമായി ഒരു വേലക്കാരി പോകുന്ന കണ്ട് ഡങ്ക് അതേ ഇടനാഴി പിന്തുടർന്ന് കൊട്ടാരത്തിനുള്ളിലേക്ക് എത്തിച്ചേരുന്നു. ഇവരിൽ ആർക്കെങ്കിലും അർലനെ അറിയാമെന്നുണ്ടെങ്കിൽ ടൂർണമെൻറ്റിൽ ഇടം നേടാം. അവസാനത്തെ കച്ചിത്തുരുമാണ് ഈ ടാർഗേറിയൻ ഇളയ തമ്പുരാക്കൾ. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ഉള്ളിലേക്ക് കടക്കുമ്പോൾ അവർ ഗൗരവമേറിയ സംഭാഷണത്തിലാണ്. കാരണം മെയ്ക്കർ ടാർഗേറിയൻ്റെ 2 മക്കൾ മിസ്സിംഗ് ആണ് ഇന്നലെ മുതൽ. അവരെവിടെ പോയെന്നൊരു പിടിയുമില്ല. അതിലൊരുവനെ ഈ ടൂർണിയിൽ പങ്കെടുക്കാൻ വേണ്ടി നാമനിർദ്ദേശം ചെയ്തിട്ടുമുണ്ട് പിതാവായ മെയ്ക്കർ. എന്തായാലും സർ ഡൊണാൾഡ് അവർ രണ്ടുപേരെയും കണ്ടുപിടിച്ചുകൊണ്ട് വരുമെന്ന് കരുതുമ്പോൾ ആ 2 മിസ്സിംഗ് മക്കൾ ആരാണെന്ന് അറിയണ്ടേ?
കള്ളുശാപ്പി കണ്ട ഡെയ്റൻ ദ ഡ്രങ്കും എഗ്ഗെന്ന ഏകനുമല്ലാതെ പിന്നെ ആരാവാൻ? നിലവിലെ ടാർഗറിയൻ രാജാവായ ഡെയ്റൻ ദ സെക്കൻഡിൻ്റെ പേരിൽ നിന്നാണ് മേക്കർ തൻ്റെ ഒരു മകന് ഡെയ്റൻ എന്ന് പേരിട്ടത്. മകൻ വലുതായിപ്പോൾ ഡെയ്റൻ ദ ഡ്രങ്കൻ എന്ന് പറഞ്ഞ് ആ പേരെ ഒരു ചീത്തപ്പേരായി. എന്താ പറയാനാ? ഈ നടക്കുന്നതെല്ലാം പതിയിരുന്ന് വീക്ഷിക്കുന്ന ഡങ്കിനടുത്തേക്ക് ഇതിനിടയ്ക്ക് ആഷ്ഫോർഡിൻ്റെ പുത്രി ഗന്നും വന്നിട്ട് രാജകുമാരന്മാർ മിസ്സിംഗ് ആണെന്നും ഇതിൻ്റെ പേര് വലിയ യുദ്ധമുണ്ടാവുമെന്നൊക്കെ ചുമ്മാ പറഞ്ഞ് ഒന്ന് പേടിപ്പിച്ചിട്ട് പോകുന്നു. പക്വത എത്തിയിട്ടില്ലാത്ത കിടാവ, കാര്യമായിട്ടെടുക്കണ്ട. എത്രയൊക്കെ പറഞ്ഞു നിന്നാലും ആ ജിബിട്ടൻ ശരീരവും വെച്ച് നിൽക്കുന്ന ഡങ്കിനെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. മേക്കർ ആടവിടെ ഒളിഞ്ഞു നോക്കുന്നതെന്ന് ചോദിച്ച് അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നതോടെ മുന്നിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഡങ്കിന് അതൊരു നല്ല അവസരം കൂടിയാണ്. കാരണം ഗെയിം മാസ്റ്ററായ പ്ലംബറും അവിടെ നിൽപ്പുണ്ട്. അടുത്ത രജാവാങ്ങ് നിൽക്കുന്നതുകൊണ്ടായിരിക്കണം ബെയ്ലർ നല്ല ശാന്ത വിനയത്തോടെ സംസാരിക്കുന്ന ശൈലിയാണ് ഒരു ഉത്തമ ലക്ഷണം. അദ്ദേഹം ഡങ്കിൻ്റെ ഉദ്ദേശം തിരക്കുന്നതിലൂടെ അവൻ്റെ ടോണിയിലേക്കുള്ള 50-50 ചാൻസിനെക്കുറിച്ചും അള്ളനെ അറിയാവുന്ന ആരെയും നോക്കി നടക്കുവാണെന്നും മനസ്സിലാക്കുന്നു. ഒരു ഭീമനാണേലും സ്വഭാവവും സംസാരമൊക്കെ ഒരു പൈതലിനെ പോലെ തോന്നിക്കുന്നതുകൊണ്ട് ബെയ്ലറിന് വലിയ നീരസവും തോന്നുന്നില്ല. പിന്നൊരു കാര്യം, ഡങ്ക് ഇത്ര റിസ്ക് എടുത്ത് ടാർഗറിയനെ കാണാൻ എത്തിയതിന് വേറൊരു കാരണം പണ്ട് അർലാൻ ഇവനോട് ചില കഥകൾ പറഞ്ഞു കൊടുത്തിരുന്നു. കുന്തം ഉപയോഗിച്ചുള്ള യുദ്ധപ്പോരായ ജോസ്റ്റിൽ അർലാൻ ഈ നിൽക്കുന്ന ബെയ്ലറുമായി മത്സരിച്ചിട്ടുള്ളതിനെക്കുറിച്ചൊക്കെ. അങ്ങനെ അന്നത്തെ ആ ഓർമ്മ ഉണ്ടെന്നുള്ളൊരു പ്രതീക്ഷയിലെത്തിയതാണെങ്കിലും എന്തായാലും ഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന് ഈ അർളനെ അറിയാം. ആ ജോസ്റ്റ് മത്സരത്തിൽ അർളൻ്റെ 4 കുന്തം തകർത്തുകൊണ്ടാണ് അന്ന് ബെയ്ലർ വിജയിച്ചത്. എന്നാൽ ഡങ്കിനോട് അർളൻ പറഞ്ഞത് 7 കുന്തമെന്നായിരുന്നു. കഥയല്ലേ, ഇത്തിരി കൊഴുത്തിരിക്കട്ടെ എന്ന് ആശാൻ കരുതി കാണും. എന്തായാലും അതിൽ വലിയ ചർച്ചയ്ക്കൊന്നും നിൽക്കാതെ അർളൻ്റെ മറ്റൊരു ഓർമ്മ ബെയ്ലർ ഓർത്തെടുക്കുന്നത് ദ ഗ്രേ ലയൺ എന്ന യോദ്ധാവിനെ കീഴ്പ്പെടുത്തിയൊരു സംഭവമാണ്. അതും ഡങ്കിനറിയാം. പക്ഷേ പ്രൂവ് ചെയ്യാനായി ബെയ്ലർ ആരാണ് ഈ ഗ്രേ ലയൺ എന്ന് ചോദിക്കുമ്പോൾ കുറച്ചേരം നിന്ന് ഓർത്തിട്ടവൻ കൃത്യമായി ഉത്തരം പറയുന്നുണ്ട്. സർ ഡെയ്മൺ ലാനിസ്റ്ററാണ് ഗ്രേ ലയൺ. ഇതോടുകൂടി എന്ത് സംഭവിക്കുന്നു? ഡങ്കിന് മത്സരത്തിലേക്ക് പങ്കെടുക്കാനുള്ള പച്ചക്കൊടി കിട്ടിയിരിക്കുകയാണ്. പ്ലംബർക്കും ഇനി എതിരഭിപ്രായങ്ങളൊന്നുമില്ല താനും. ഈ ബെയ്ലറിന് കേവലം ഹെഡ്ജിനായിട്ട് ഒരുവൻ്റെ ഓർമ്മയൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നത് എങ്ങനെയാണെന്ന് ആശ്ചര്യം മേക്കർക്ക്. എതിരാളികളെ ആഴത്തിൽ പഠിക്കാൻ എപ്പോഴും ശ്രമം നടത്തുന്ന പ്രകൃതമുണ്ട് ബെയ്ലർ ടാർഗറിയന്. അതാണ്. അങ്ങനെ എന്തായാലും ഇതോടെ ടോണിയിൽ പങ്കെടുക്കുന്നതിനുള്ള ഒരു കടമ്പ ഡങ്ക് ചാടി കടന്നിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം, അർളൻ്റെ ആയുധവും കവചവും ഒന്നും ഉപയോഗിക്കാനാവില്ല. കാരണം ഒരു നൈറ്റിൻ്റെ സന്തതിക്ക് മാത്രമേ അദ്ദേഹത്തിന് മുദ്ര പതിപ്പിച്ച ആയുധവും ആർമറും ഒക്കെ ഉപയോഗിക്കാനാവൂ. ഡങ്ക് അർളൻ്റെ മകനല്ലല്ലോ. അതുകൊണ്ട് അവന് പ്രത്യേക മുദ്ര പതിപ്പിച്ചിട്ടുള്ള സ്വന്തമെന്ന് പറയാവുന്ന ആർമറുകൾ വേണം. ഡങ്ക് എന്തായാലും ഇതിനൊക്കെ പറഞ്ഞ് രാജകുമാരനെ വാഴ്ത്തിയ ശേഷം അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നല്ല കുറച്ച് നിമിഷങ്ങളായിരുന്നു ഡങ്കിന് ബെയ്ലർ മൊത്തം ഉണ്ടായത്. ടാർഗറിയൻ രാജകുമാരന്മാരെയും ഡങ്കിൻ്റെ ഇടപെടൽ രീതിയുമൊക്കെ നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാക്കി. അവിടുന്ന് അവൻ തിരിച്ചിറങ്ങി നടക്കുമ്പോഴേ വീണ്ടും പപ്പൻ നാടകം നിൽക്കുന്നിടത്തേക്ക് കണ്ണടക്കുവാണ്. ഇത്തവണ ഒരു യോദ്ധാവിൻ്റെ ഡ്രാമയാണ് നടക്കുന്നത്. കഴിഞ്ഞ രാത്രി കണ്ടില്ലായിരുന്നോ ടാൻസിൽ എന്ന ആ പെണ്ണ്? അതിനെ കാണുന്നതും നമ്മുടെ ഡങ്കിന് വീണ്ടും ഉള്ളിൽ എന്തോ ഒരു ഫീലിംഗ്. കാണികൾക്കിടയിൽ ഉണ്ണിക്കുട്ടനും അവൻ്റെ പ്രായത്തിലുള്ള പെൺകുട്ടികളും ഒത്തിരുന്ന് നാടകം ആസ്വദിക്കുന്നതും കാണാം. കളി കഴിഞ്ഞ് ബാക്ക് സ്റ്റേജിലേക്ക് എത്തി ഡങ്ക് ടാൻസിലിന് ടിപ്പ് നൽകിക്കൊണ്ട് പരിചയപ്പെടുന്നു. എന്നാൽ അവനെന്തെങ്കിലും സംസാരിക്കാൻ സമ്മതിക്കാതെ എഗ്ഗ്, ചേച്ചി എങ്ങനെ വലിയ പാവയൊക്കെ ഉണ്ടാക്കണേ, അതിനെക്കൊണ്ട് തീ തുപ്പിക്കണേ എന്നൊക്കെയുള്ള കട്ടുറുമ്പ് ചോദ്യങ്ങൾ ചോദിച്ചു ഒടുവിൽ എന്തായാലും ഡങ്ക് താൻ ഹെഡ്ജിനായിട്ട് ഡങ്കൻ ദ ടോളെന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു. ഇത് കേട്ട് ടാൻസലിന് ചിരി വരുന്നതിന് കാരണം കൊച്ചിലെ അവളെയും നീളത്തിൻ്റെ പേരിൽ ടാൻസൽ 2 ടോളെന്ന് വിളിച്ച് കളിയാക്കാറുണ്ടായിരുന്നു. അതിവിടെ പറയുമ്പോൾ ഡങ്കിന് മറുപടിയായി, നിനക്കത്ര നീളമൊന്നുമില്ല, ഈ നീളം കറക്റ്റാണ് എനിക്ക് എന്ന് പറയാൻ വന്നതാണ്. പക്ഷേ ഒന്ന് നിന്നിട്ട് ഈ നീളം കറക്റ്റാണ്, ബൊമ്മ കളിക്കുമെന്ന് പറയുന്നു. ഒരു പെണ്ണിനെ കണ്ട് പെട്ടെന്ന് അങ്ങനെ ചാടിക്കറി ഹിറ്റ് ചെയ്യുന്ന വെച്ചാൽ ചീപ്പല്ലേ? ഡങ്കിൻ്റെ പരിലൊക്കെ കണ്ട് എഗ്ഗിന് തന്നെ നാണക്കേട്. അവരെന്തായാലും ആ പരിചയമായി ഒരു പടം വരച്ച് തരാമെന്ന് ചോദിക്കുന്നുണ്ട്. അർളൻ്റെ മുദ്ര മാറ്റി വേറെ ഏതെങ്കിലും ആക്കിയാൽ അവനത് ഉപയോഗിക്കാം. അങ്ങനെ ഒരു എൽം മരത്തിൻ്റെയും മുകളിലൂടെ പോകുന്ന ഫോളിംഗ് സ്റ്റാറിൻ്റെയും സൂര്യാസ്തമയം കൂടി ചേരുന്ന ഒരു പടം വരച്ച് തരാമോ എന്ന് ചോദിച്ച് പൈസയ്ക്ക് വേണ്ടി ടാൻസൽ സമ്മതിച്ചങ്ങനെ പുറത്ത് കാത്തിരിക്കുമ്പോഴാണ് വടംവലി മത്സരം. ഹൗസ് ബരാത്തിയണിലെ ലയണലും സംഘവും ചേർന്ന് നടത്തുന്ന ഒരു നേരമ്പോക്കാണ്. ഡങ്കിനെ കണ്ട് ലയണൽ ബലം വേണമെന്ന് പറഞ്ഞ് അവനെയും കൂട്ടി പിന്നീട് നല്ല രസമുള്ളൊരു കളിയാണ് നടക്കുന്നത്. ഉണ്ണിക്കുട്ടനാണെങ്കിൽ ഏറ്റവും മുമ്പിലായി കയറിൽ തൂങ്ങിക്കിടന്ന് പിടിച്ചും ഡങ്ക് പിറകിലായി കയറിൽ കെട്ടി നിന്ന് വലിച്ചും ലയണൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇടയ്ക്കിത്തിരി വെള്ളം കുടിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞറിയി പോകുന്നതൊക്കെ ആയിട്ടുള്ള ഫണ്ണി മൊമെൻറ്റ്സ്. ഒടുക്കം ജയം കൈവരിച്ച് ഡങ്കും എഗ്ഗുമൊക്കെ ആഹ്ലാദിച്ചങ്ങനെ ആ ദിനം കഴിയുമ്പോൾ ഡങ്കിന് സീരിയസ് ആയിട്ടുള്ള സാഹചര്യമാണ് ഇനി. മത്സരത്തിന് വേണ്ടിയുള്ള ഹെൽമറ്റും മറ്റുമൊക്കെ വേണ്ടതുണ്ട്. പക്ഷേ കയ്യിൽ അതിന് മാത്രം പൈസയില്ല. 800 കോയിൻസാണ് ഒരു ഹെൽമെറ്റിൻ്റെ വില. കയ്യിലുള്ളത് 2 കോയിൻസ്. ഇപ്പം എന്താ ചെയ്യുക? നല്ല ഹെൽമെറ്റ് ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ആലയിലിരിക്കുന്ന സ്റ്റീലി ഇത്തിരി മനസ്സിലൊക്കെ ഉള്ള ആളാണ്. വലിയ കേടൊന്നുമില്ലാതെ തിരിച്ചു കൊണ്ടുവരുവാണെങ്കിൽ ഒരു ദിവസത്തേക്ക് വാടകയ്ക്ക് തരാമെന്നങ്ങനെ ഒരു ഡീലിലെത്തുമ്പോൾ ഈ 2 രൂപ കൊണ്ട് അത് നടക്കാൻ പോണില്ല. അതിനി ഒരു വഴിയേ ഉള്ളൂ. ഇതിൽ വിഷമം വരുന്ന ഒരു കാഴ്ചയാണത്. ആ 3 കുതിരകളിലൊന്നിനെ കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തേണ്ടി വരുവാണ് ഡങ്കിന്. സ്വീറ്റ് ഫുഡ് ഇത്രയും കാലം കൂടെ കൊണ്ടു നടന്നിരുന്ന നല്ലൊരു കുതിരയായിരുന്നു അവൾ. പക്ഷേ ഇപ്പോൾ ഇതല്ലാതെ വേറെ വഴിയില്ല. ടൂർണമെൻറ്റിൽ ജയിച്ചാൽ ഉടനെ ഞാൻ നിന്നെ തിരിച്ചു മേടിക്കുമെന്ന് അവളോടായി പറയുന്നെങ്കിലും
അവനും അതിലൊരു വിശ്വാസക്കുറവുണ്ട്. തന്നേക്കാളും പവറുള്ള ഒരു ശക്തരുമാണ് എല്ലാവരും. എന്തായിരുന്നാലും ഒരു ഇമോഷണൽ സീൻ തന്നെയാണത്. കുതിരയെ വിറ്റിട്ടുന്ന പൈസയിൽ നിന്ന് ഒരു നാണയം അയാൾക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ട് അവൾക്ക് ഇത്തിരി അധികം ഓട്സും ആപ്പിളും ഒക്കെ കൊടുക്കാൻ പറയുന്നതിൽ തന്നെ ഉണ്ട് ഡങ്കിൻ്റെ ഉള്ളിലെ ആ ഒരു സങ്കടം. ഇനി എനിക്കൊന്നേ പറയാനുള്ളൂ, ഡങ്കേ നീ ജയിച്ചോണം. സീ ഫുഡിനെ തിരിച്ച് മേടിച്ചിരിക്കണം, ഇല്ലേ വളരെ വളരെ മോശമായിരിക്കും അത്. അങ്ങനെ എഗ്ഗുമൊത്ത് ഡ്രിങ്ക്സ് കുടിക്കാനിരിക്കുമ്പോൾ ഡങ്ക് പറയുന്നുണ്ട്, എങ്ങനെയും ജയിച്ച് നല്ല പേരുണ്ടാക്കി ഏതെങ്കിലും ഹൗസിൻ്റെ കിങ്സ് ഗാർഡായി ചേരണം. അതിപ്പോൾ ഹൗസ് ടാർഗേറിയനായാൽ അത്രയും നല്ലത്. ഉണ്ണിക്കുട്ട ഇത് കേട്ടുപാടെ ചോദിക്കുന്നത്, ഒരു പേരോ പെരുമയോ ഇല്ലാത്ത ഹെഡ്ജ് നൈറ്റിനെ ടാർഗേറ്റ്സ് എടുക്കുമെന്നാണോ സാർ നിങ്ങൾ കരുതുന്നേ? ചെക്കന് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. പക്ഷേ ഡങ്ക് അങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യം തീരദേശത്തുള്ള ക്രാബേഴ്സിലെ ഡൊണാൾഡിന് സുരക്ഷാ മേധാവി ആകാമെങ്കിൽ പിന്നെന്തുകൊണ്ട് തനിക്കായിക്കൂടാ എന്ന തോന്നലാണ്. പക്ഷേ ഇവിടെ എഗ്ഗ് വടി അറിയുന്ന ഞെട്ടിക്കുന്നൊരു കാര്യം, ഈ ഡൊണാൾഡ് ക്രാബർ സമൂഹത്തിലുള്ളതാണേലും വെസ്റ്റ്രോസിൻ്റെ ആകെ നാവികശക്തിയുടെ പകുതിയും അയാളുടെ പിതാവിൻ്റെ നിയന്ത്രണത്തിലാണ്. അതായത് ഡൊണാൾഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത്രയും വലുതാണെന്ന്. ഡങ്ക് ഇതിട്ട് വാപ്പൊളിക്കുന്നതോടൊപ്പം ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാമെന്ന് ഡൗട്ടും. ഉണ്ണിക്കുട്ടൻ മീൻ പിടിക്കാനൊക്കെ പോകാറുള്ളത് വഴി മനസ്സിലാക്കുകയാണെന്ന് ഡാവടിക്കുന്നതും അവിടെ വീണ്ടും കാഹളം മുഴങ്ങുവാണ്. ആദ്യ ജൗസ്റ്റിന് തുടക്കം കുറിക്കാൻ പോകുന്നു. എല്ലാവരും പോരാട്ടം കാണാൻ മൈതാനിയിലേക്ക് പായുന്ന കണ്ട് ഡങ്കും പിന്നാലെ പോകുന്നു. വലുതുകൾക്കിടയിൽ നമ്മുടെ ചെറുതിനെ കാണാൻ വയ്യ. ഡങ്ക് അവനെ എടുത്ത് തോളത്ത് വെച്ചങ്ങനെ ആ സന്നിധിയിൽ തടിച്ചുകൂടി നിൽക്കുമ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ നേരെ ദൂരത്ത് അവൻ്റെ പിതാവും കുടുംബക്കാരും. ബെസ്റ്റ് അല്ലേ? എന്തായാലും നല്ല ദൂരമുള്ളതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ ലോർഡ് ആഷ്ഫോർഡും ടാർഗേറിയൻസും മറ്റുള്ളവരൊക്കെ ഡയസിലിരിക്കെ അവിടെ ആരംഭമാവുകയാണ്. ഓരോ ഹൗസിൻ്റെ ലോഡുകൾ വന്നിട്ട് ഇൻട്രോയ്ക്കായി പച്ചമിന്നെ കടിച്ചു പറിച്ച് വലിച്ചെറിയുന്ന ഹൗസ് റിവറൻ ലോഡായ മെഡ്ഗർ ടൂളിയും ഹൗസ് ബരാത്തിയോൻ്റെ നമ്മൾ കണ്ട ലോർഡ് ലയണലും മറ്റു ഹൗസുള്ളവരൊക്കെ ജയ് വിളിച്ചും കുന്തങ്ങൾ ഓരോന്നെടുത്ത് നിരന്നങ്ങനെ അപ്പുറവുപ്പുറമായി നിൽക്കുന്നു. അതിൽ ബെയ്ലർ ടാർഗറിൻ്റെ മകനായ വലാർ ടാർഗറിയനുമുണ്ട്. കാഹളം മുഴുകുന്നതും ഹെൽമറ്റും പരിചയം വെച്ച് കുന്തവും നീട്ടി കുതിരപ്പുറത്ത് പാഞ്ഞ് എതിരെ വരുന്നവനെ കുത്തിയിട്ട് വീഴ്ത്തുന്ന ത്രസിപ്പിക്കുന്ന കാഴ്ചകൾ. ഇതൊക്കെ കണ്ടു തുടങ്ങുമ്പോഴേ എഗ്ഗിൻ്റെ കൺട്രോൾ വിട്ട് അടിക്കടാ കുത്തടാന്നൊക്കെ അലറുന്നതും, പക്ഷെ അവൻ സൈലൻ്റ് ആവുന്നത് ഓരോ റൗണ്ട് കഴിയുമ്പോഴും അവരുടെ സഹചാരികൾ അടുത്ത കുന്തം കൊണ്ട് ടക്കനെ ബക്കനെ എന്ന് കൊടുക്കുന്നത് കണ്ടിട്ടാണ്. എഗ്ഗും ഒരു സഹചാരിയല്ലേ, അവനും മത്സര സമയത്ത് ഇങ്ങനെ ഷടപടെ നിന്നെങ്കിലേ കാര്യമുള്ളൂ. ഇതൊക്കെ കണ്ടിട്ട് പയ്യെ അങ്ങ് താഴെ ഇറക്കാൻ പറയുവാണ്. മറുവശത്ത് ഡങ്കു ഇതെല്ലാം കണ്ട് തിളടിച്ച് ഓരോരുത്തരൊക്കെ ചിതറി വീഴുന്ന കണ്ടിട്ട് തന്നെ അവന് തിളയിറക്കം വരുവാണ്. അവൻ്റെ ഉള്ള ധൈര്യം കൂടെ പോകുന്ന പോലെ പാവം. അങ്ങനെ ഉദ്ഘാടന മത്സരം കണ്ട് തിരികെ ക്യാമ്പിലേക്ക് എത്തുന്ന ഉണ്ണിക്കുട്ടൻ കൂടുതൽ എനർജറ്റിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ ഡങ്ക് ആകെ അപ്സെറ്റും. കാരണം ഇതുവരെ ഓരോരോ പ്രശ്നങ്ങളോടെയൊക്കെ അവൻ കടന്നുപോയി നമ്മൾ കണ്ടെങ്കിലും ഇപ്പോഴാണ് ഒരു റിയലൈസേഷൻ അവനിൽ വന്നിട്ടുള്ളത്. തൻ്റെ ഗുരുവിനെ ഇവിടെ ഭൂരിഭാഗം പേർക്കും അറിയില്ല. ഒരുപക്ഷെ നല്ലൊരു യോദ്ധാവ് അല്ലായിരുന്നിരിക്കാം അർളൻ. അദ്ദേഹത്തിൻ്റെ കീഴിൽ വളർന്ന് അഭ്യർത്ഥിച്ചു വന്ന് തനിക്ക് എത്രമാത്രം ചെറിയ സാധ്യതയായിരിക്കും ഉള്ളത്. എന്തായാലും അർളൻ തന്നോട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയത്. അത്രയും സ്വന്തം രക്തമല്ലെങ്കിലും വളർത്തി പരിശീലിപ്പിച്ച് ഇവിടം വരെ എത്തിച്ചു. അദ്ദേഹത്തിൻ്റെ പൈതൃകം കാത്തു സൂക്ഷിക്കേണ്ടതിപ്പോൾ തൻ്റെ കടമയാണ്. എന്തായിരുന്നാലും അവിടെയുള്ള കുലീനത വാരി വിതറി നടക്കുന്നതുങ്ങളെല്ലാം അർളൻ തന്നെ അഭ്യസിപ്പിച്ച് എന്തൊക്കെയാണെന്ന് കാണിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. എന്നാൽ ഡങ്കിൻ്റെ ഉത്സാഹത്തിലും ചൂടിലും ചോര തിളപ്പിലും ഉപ്പിലിട്ട് ബീഫ് നിന്നുകൊണ്ട് മറ്റൊരു അധികം കൂടി എൽമരത്തിൻ്റെ ചൂട്ടിലിരുന്നായി ഒടുങ്ങുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഫാം ഡങ്ക് ആൻഡ് എഗ്ഗിൻ്റെ ഈ എപ്പിസോഡ്? ഡങ്കിൻ്റെ ഒരു പ്രോഗ്രസ് നമ്മൾ പലയിടത്തും കണ്ടതോടൊപ്പം തന്നെ പുതിയ കഥാപാത്രങ്ങളും അരങ്ങേറ്റം കുറിച്ച ഒരു അധ്യായമായിരുന്നു ഇത്. എഗ്ഗും ഡങ്കുമായിട്ടുള്ള കെമിസ്ട്രിയും കൂടുതൽ രസകരമാകുന്ന സന്ദർഭങ്ങളും ഉണ്ടായി. അതിലെ ഒരു നല്ല മൊമെൻ്റായിരുന്നു പരിചയ ടാൻസലിന് പെയിൻ്റ് അടിക്കാൻ കൊടുത്തിട്ട് ഇരുന്നപ്പോഴുണ്ടായിരുന്ന അവരുടെ സംസാരം. എഗ്ഗിന് അവൻ്റെ പ്രായത്തേക്കാൾ വളർച്ച കുറവാണെന്നുള്ള കളിയാക്കൽ കേൾക്കേണ്ടി വരാറുണ്ട് പലപ്പോഴും. അതുകൊണ്ട് തനിക്ക് നല്ലൊരു യോദ്ധാവാൻ കഴിയുമോ എന്ന ആശങ്കയാണ് അവന്. ഡങ്ക് നല്ല രീതിക്ക് തന്നെ അവനെ ഉഷാറാക്കുന്നുണ്ട്. നിനക്ക് നല്ലൊരു നൈറ്റ് ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ടെന്നും ആൾക്കാർ പറയുന്നതൊന്നും കേൾക്കണ്ട. പണ്ടൊക്കെ എന്നെ എല്ലാവരും ബിഡ്ഡിന്ന് വിളിച്ച് കളിയാക്കാറായിരുന്നു പതിവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലയിടങ്ങളിലും ഡങ്കിന് നല്ലൊരു സപ്പോർട്ട് എഗ്ഗിനും അതേപോലെ തന്നെ തിരിച്ചും കിട്ടുന്നുണ്ട്. ഒടുക്കം ചെക്കൻ ജോസ്റ്റ് കണ്ട് കുറച്ച് എനർജറ്റിക് ആവാൻ നോക്കുന്നത് ബ്ലാക്ക് ഫയർ ബാസ്റ്റേഡ്സിനെ കൊല്ലുന്ന പോലെ അഭിനയിച്ചാണ്. ഇത് ബ്ലാക്ക് ഫയർ റെബലിയൻസിൻ്റെ ഒരു റെഫറൻസ് ആണ്. ഹൗസ് ടാർഗറിയനിലെ ബാസ്റ്റേഡ്സ് അയൺ ത്രോൺ കൈയടക്കാൻ ശ്രമിച്ച ഒരു വൻ റെബലിയൻ്റെ റെഫറൻസ്. വരും എപ്പിസോഡുകളിലോ സീസണിലോ നമുക്ക് ബ്ലാക്ക് ഫയർസിനെ കുറിച്ച് കൂടുതൽ കാണാൻ കഴിഞ്ഞേക്കും ചിലപ്പോൾ. എന്തായാലും നിങ്ങൾ കണ്ടെത്തിയ ഈസ്റ്റർ എഗ്സും ഹിഡൻ ഡീറ്റെയിൽസും പങ്കുവയ്ക്കാൻ മറക്കണ്ട. പുതിയൊരു ഗ്രാൻഡ് എക്സ്പീരിയൻസുമായി സീ യു വെരി സൂൺ മൈ ലവ്ലീസ്. ടേക്ക് കെയർ.